ഈ താൻ കുനിഞ്ഞുള്ള അനുഗ്രഹം തേടൽ എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ള ചോദ്യം വരുന്നു. ആ സന്ദേശം എന്താണെന്ന ചോദ്യം യഥാർത്ഥത്തിൽ ആ പാർട്ടിയിൽ നിന്ന് വരുന്നു എന്നുള്ളത് തന്നെയാണ് ശുഭസൂചനയായി ഞാൻ കാണുന്നത്. അതിൽ യൂത്ത് കോൺഗ്രസിൽ നിന്നും ബിന്ദു കൃഷ്ണയെ വിമർശിച്ചുകൊണ്ട് പ്രതികരണം വന്നിട്ടുണ്ട്. ഇപ്പോൾ യൂത്ത് ലീഗും പ്രതികരണം നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് അകത്തുനിന്ന് തന്നെ വിമർശനം വരുന്നു എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം. അപ്പോൾ തിരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതിൽ വി.ഡി. സതീശൻ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ പറഞ്ഞ തിണ്ണനിരങ്ങൾ എന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് കിട്ടാൻ വേണ്ടി ഈ നേതാക്കളെ പോയി കണ്ട് കണ്ട് കാല് പിടിക്കുന്ന രൂപം, ആ രൂപത്തിലേക്ക് പോകരുത്. അല്ലാതെ ഞങ്ങൾ കാണില്ല എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കാണും, എന്നെ ചീത്ത വിളിച്ചവരെയും കാണുമെന്ന് തെരഞ്ഞെടുപ്പ് ശേഷം, വിധി വന്നതിന് ശേഷം പറയുന്നത്, എന്നെ ചീത്ത വിളിച്ചവരെയും ഞാൻ കാണുമെന്ന്. ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങോട്ട് വന്ന് കാണുന്നതിന് അദ്ദേഹത്തിന് ഈ വരികളിലൂടെ ന്യായീകരിക്കാൻ സാധിക്കുമായിരിക്കും. ഇവർ വരികയും കാണുകയും ചെയ്യുന്നു എന്നുള്ളതല്ല, ഇവർക്ക് വഴങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വർഗീയതയ്ക്ക് വഴങ്ങുന്നുണ്ടോ? വർഗീയതയ്ക്കെതിരായ ജനവിധിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന ബോധ്യം കോൺഗ്രസിനുണ്ടോ? ഇന്ന് ഞാൻ വായിച്ച ഒരു പോസ്റ്റിലെ ഒരു പ്രതികരണം ഇതാണ്: CPM എങ്ങനെ തോറ്റു എന്ന് മനസ്സിലാക്കിയിട്ടില്ല, അതേപോലെ കോൺഗ്രസ് എങ്ങനെ ജയിച്ചു എന്ന്. വളരെ പ്രധാനപ്പെട്ട വരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്.